എല്ലാവർക്കും ഇഷാന ഡിസൈൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കട്ട് ചെയ്ത് വെച്ച നൈറ്റിയുടെ സ്റ്റിച്ചിങ് പാർട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പീസ് നമ്മളതിൽ സെൻറ്ററിൽ വെച്ച് കട്ട് ചെയ്തായിരുന്നു. ഇനി നമുക്കിതൊന്ന് മടക്കി അടിക്കണം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കണ്ടില്ലേ, ഇതേപോലെ വരും. നമുക്ക് ചെറിയ ഒരു നമ്മൾ ഇവിടെയാണ് കട്ട് ചെയ്തത്, ഇങ്ങനെയാണ് വരുന്നത് നൈറ്റി. ഇനി നമുക്കിതൊന്ന് മടക്കി അടിക്കണം. ആദ്യം നമ്മൾ എത്രയാണ് 1.5 ഇഞ്ചാണ് നമ്മൾ ഇത് കൂടുതലിട്ട് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ, അതായത് നമുക്ക് ഇവിടെ ഇങ്ങനെ മടക്കണം. ഇത് ഭാഗം നമ്മൾ ഇവിടെ നിന്ന് തൊട്ടാണ് നെക്കൊക്കെ അളന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ആദ്യം ഒരു മടക്കിയിട്ട് ചെറിയ മടക്കിയിട്ട് പിന്നെ ഇത് വെച്ച് ഇങ്ങനെ മടക്കും. അപ്പോൾ അത് ചീത്ത വശത്തിട്ടാണ് മടക്കാൻ. കണ്ടോ, ഇങ്ങനെ ആദ്യം ഒരു ചെറിയ 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ നമുക്കിവിടെ മാർക്കിംഗ് ഉണ്ട്. ആ മാർക്കിങ്ങിൽ വെച്ചിട്ട് ഇങ്ങനെ ഇതുപോലെ മടക്കുക. നമുക്കിവിടെ കട്ടിങ് മാർക്കുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് 1.5 ഇഞ്ചും ഫുള്ള് മാർക്ക് ചെയ്തിട്ട് ആ ലെവലിൽ അകത്തോട്ടാണ് ചീത്ത വശത്താണ് മടക്കി വയ്ക്കുക. ആദ്യം ഒരു മടക്ക് പിന്നെ ഒരു മടക്ക്. നമ്മൾ മാർക്ക് ചെയ്ത അളവ് മാത്രമേ മടക്കാവൂ കേട്ടോ. ഇങ്ങനെ അതുപോലെ ഈ സൈഡും ചീത്ത വശം മറിച്ചിട്ടതിന് ശേഷം 4 ഇഞ്ച് മടക്കുക. പിന്നെ നമ്മൾ മാർക്ക് ചെയ്ത അത്രയും 1.5 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തത്. അത് വെച്ച് മടക്കുക. അത് കൂടുതൽ എടുക്കരുതേ, ഇല്ലെങ്കിൽ നമുക്ക് ചെസ്റ്റ് കുറഞ്ഞു പോകും. അപ്പോൾ ഇത് ഞാൻ മടക്കി അടിച്ചിട്ട് കാണിക്കാം. അത് ഞാൻ ഇത് സൈഡ് അടിച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇതും അടിച്ചിട്ടുണ്ട്, ഇതും അടിച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് അടിക്കുന്നത്. നമ്മൾ എത്രയാണോ ഇവിടെ കൂട്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തില്ലേ, മടക്കി വെച്ച് ഫ്രണ്ട് കൂട്ടിയിട്ടില്ലേ 1.5 ഇഞ്ച്, അതേ അളവിലാണ് ഇത് മടക്കി അടിക്കേണ്ടത് കേട്ടോ. ചീത്ത വശം ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ നമുക്ക് ഓപ്പൺ വയ്ക്കണം. ഞാൻ കുറച്ച് ഭാഗത്ത് ബട്ടൺസോ ഹുക്കോ എന്തെങ്കിലും വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിന്ന് കുറച്ച് ഭാഗം ഓപ്പൺ വയ്ക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഞാനൊരു 6 ഇഞ്ചോളം ഓപ്പൺ വയ്ക്കുന്നുണ്ട്, കണ്ടോ ഇവിടെ നിന്ന്. അപ്പോൾ നമുക്കിവിടെ ഒരു 2-3 ബട്ടൺസ് വെച്ച് കൊടുത്താൽ മതി. 6 ഇഞ്ചോളം ഞാൻ ഓപ്പൺ ഇത്രയും നീളമൊന്നും ഓപ്പൺ വയ്ക്കേണ്ട. ഞാൻ 6 ഇഞ്ച്, നിങ്ങൾക്ക് വേണമെങ്കിൽ 8 ഇഞ്ച് എങ്ങാനും വെച്ചാലും കുഴപ്പമില്ല. ഞാൻ ഒരു 7 ഇഞ്ച്, 6 വേണ്ട, നമുക്ക് 7 ഇഞ്ചോളം ഇവിടെ ഓപ്പൺ വേണം. അതിന് ശേഷം നമ്മൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് വെച്ചിട്ട് അടിക്കുമ്പോൾ നമ്മൾ ഹുക്ക് എവിടെയാണ് വയ്ക്കുന്നത്, അതായത് നമ്മൾ ബട്ടൺ വയ്ക്കുന്നത് എവിടെയാണ്, പിന്നെ വലത് സൈഡിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ആ വലത് സൈഡ് വേണം ബട്ടൺ വയ്ക്കാൻ കണക്കാക്കി വേണം നമ്മളിത് ചെയ്യേണ്ടത്. ഇപ്പം നമ്മൾ ഇവിടെയാണ് ബട്ടൺസ് വയ്ക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കയറിയിരിക്കണം. വലത് സൈഡിൽ ബട്ടൺ വയ്ക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിങ്ങനെ കയറ്റി വേണം വയ്ക്കാൻ കേട്ടോ. കാരണം ഇവിടെയാണ് ഐ വയ്ക്കേണ്ടത്. അതായത് ബട്ടൺ ഹോളാണെങ്കിൽ ബട്ടൺ ആണ് വയ്ക്കുന്നത്. ബട്ടൺ ഹോള് വയ്ക്കേണ്ടത് ഇവിടെയാണ്, ബട്ടൺസ് വയ്ക്കേണ്ടത് ഇതിലുമാണ്. അപ്പം ഇതിങ്ങനെ വേണം ചേർത്ത് വയ്ക്കാൻ. എന്നിട്ട് നമ്മളിപ്പോൾ 7 ഇഞ്ചാണ് ഓപ്പൺ ആക്കിയത്, ഇതുവരെ തയ്ക്കേണ്ടത്. ഇതിന് ശേഷം ഇങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് തയ്ക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇതുവരെ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടണം. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് വലത് സൈഡിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിലോട്ട് ആക്കി വെച്ചിട്ട് ഇതിങ്ങനെ ഈ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴ്ഭാഗം വരെ, അപ്പം നിങ്ങൾക്ക് ഓപ്പൺ വേണ്ടെങ്കിൽ ചെയ്യേണ്ട, ഓപ്പൺ വേണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമുക്ക് 1 ഇഞ്ച് മടക്കി അടിക്കാൻ പോയതിന് ശേഷം നമുക്ക് ബാക്കി ഒരു 4-5 ഇഞ്ചെങ്ങാനും നമുക്ക്, അത് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ഇവിടെയും ഓപ്പൺ, ഇവിടെ ഇങ്ങനെ ചെയ്യണം. ഇതുവരെ നമ്മൾ അടിച്ചിറക്കിയാൽ മതി. അവിടെ നമ്മൾ അടിച്ച് വരുന്നത്, സ്റ്റിച്ച് ചെയ്ത് വരുന്നത് ഇതുവരെ ഇറക്കിയാൽ മതി. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ട് നിർത്തി ഇവിടെ ഓപ്പൺ ആക്കി ഇടണം കേട്ടോ. ഓപ്പൺ വേണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യേണ്ട, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ ഇത് സെൻറ്റർ അടിച്ചിട്ടുണ്ട്, കണ്ടോ, ചേർത്ത് വെച്ചടിച്ചിട്ടുണ്ട്. ഇത്രയും ഭാഗമാണ് ഓപ്പൺ. ഞാൻ എന്നിട്ട് ബട്ടൺസ് ഇടാനുള്ള ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഇതുവരെയാണ് ഓപ്പൺ. നമ്മൾ 7 ഇഞ്ചാണ് ഓപ്പൺ ആക്കി വെച്ചത്. അതുവരെ ഓപ്പൺ ആക്കിയിട്ട് ബാക്കി ചേർത്ത് തച്ചിട്ടുണ്ട്, കണ്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഈ താഴ്ഭാഗത്ത് ഞാൻ കുറച്ച് ഭാഗം ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്, കണ്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഓപ്പൺ ആക്കി ഇടാം. ഞാൻ ഇത്രേ ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ബട്ടൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ബട്ടൺസും ഇതൊക്കെ ഞാൻ കൈ കൊണ്ടാണ് ചെയ്തത് കേട്ടോ, മെഷീനിലല്ല. ബട്ടൺ ഹോളും ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ കാണിക്കാം, ഇതിൽ ഞാൻ കാണിക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ഇട്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ ഇരിക്കും, കേട്ടോ, ഇതുപോലെ ഇരിക്കും. എന്നിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. നമ്മൾ സാധാരണ ഈ ഷോൾഡർ കാണാതെ ജോയിൻ ചെയ്യില്ല, അതുപോലെ ചെയ്യാൻ പറ്റത്തില്ല ഇത് സാധാരണ നമ്മൾ അല്ലാതെ വേറെ ജസ്റ്റ് ഒന്ന് 2 പീസും കൂടെ ഇതിൻ്റെ ബാക്ക് പീസിന് നല്ല വശവും ഫ്രണ്ടിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ച് കൊടുത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട്
സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇത് സാധാരണ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി, വേറെ ഇവിടെ ഒന്നും ചെയ്യണ്ട. കാരണം ഇതിൻ്റെ തയ്യൽ തുമ്പ് നമുക്ക് ഇനി കോളർ വയ്ക്കാൻ മറഞ്ഞു പോകും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. നല്ല വശം ചേർത്ത് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാം, ബാക്കിൻ്റെ ഫ്രണ്ടിൻ്റെ. ഇനി നമുക്കിതിൻ്റെ കോളർ ഒന്ന് ചെയ്യണം. അപ്പോൾ അതിനി നമുക്ക് ഇതിൻ്റെ കോളർ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ആദ്യം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ കോളർ എടുക്കുന്ന മുമ്പ് ഇതിൻ്റെ കോളറിൻ്റെ നീളം എത്ര വേണമെന്ന് എടുക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് 2ആയിട്ട് മടക്കിയിടണം കേട്ടോ. ഇത് ബാക്ക് പാർട്ട്, ഇത് ഫ്രണ്ട് പാർട്ടാണ്. ഇതിൻ്റെ സെൻറ്ററും ബാക്കിൻ്റെ സെൻറ്ററും കൂടെ ഇങ്ങനെ ചേർത്ത് വെച്ച് പിടിച്ചിട്ട് ഈ ഷോൾഡറുകൾ ഒരേപോലെ വരണം, ഇങ്ങനെ വരണം, മാറിപ്പോകരുത്. എന്നിട്ട് ഇതാണ് സെൻറ്റർ, ഇതിൻ്റെ സെൻറ്ററും ബാക്കിൻ്റെ സെൻറ്റർ ഇത്. എന്നിട്ട് നമുക്കിതൊന്ന് അളന്ന് നോക്കാം എത്രയുണ്ടെന്ന്. ഇങ്ങനെ ചുറ്റിച്ച് വേണം അളക്കാൻ. 11.25 ഉണ്ട്. അപ്പം നമ്മൾ 2-3 പ്രാവശ്യം ഒന്ന് അളന്ന് നോക്കണം കേട്ടോ. ഒന്നും കൂടി അളന്ന് നോക്കാം. 11.25 വന്നത്. ഇതുപോലെ സെൻറ്റർ പിടിച്ചിട്ട് വേണം അളക്കാൻ കേട്ടോ. ഇത് 2-3 പ്രാവശ്യം അളന്നാലേ നമ്മൾ അളക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയത്തുള്ളൂ. കാരണം ചിലപ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം അളക്കപ്പോഴും 11.25 ഉണ്ട്. ഒന്നും കൂടി അളന്ന് നോക്കാം. ഇതുപോലെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഹാഫ് കോളർ ആണെങ്കിൽ നമുക്ക് കുറച്ച് വ്യത്യാസം വന്നാലും കുഴപ്പമില്ല. ഇതങ്ങനെയല്ല, നമ്മൾ ഫുൾ കോളർ വയ്ക്കുന്നത് കൊണ്ട് കറക്റ്റായിട്ട് വേണം. 11.25. അപ്പോൾ എനിക്ക് വേണ്ട കോളറിൻ്റെ നീളമെന്ന് പറയുന്നത് 11.25. ഇത് നമ്മൾ താഴ്ഭാഗത്തു നിന്ന് നമ്മൾ മുകളിലോട്ടല്ലേ ലെന്ത് അളന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ മുകളിൽ നമുക്ക് കോളർ വയ്ക്കാനായിട്ടുള്ള തുണി കിട്ടുമെന്ന ആ തുണിയാണ് ഇത്. ഇത് നിവർത്തിയിട്ടിൽ ഇങ്ങനെ ഇരിക്കും. ഇതിനെ ഇങ്ങനെ മടക്കുക, ഒരു മടക്ക് വീതി വാക്കിന് മടക്കിയിട്ട് പിന്നെ നീളം വാക്കിനും കൂടെ മടക്കുക. കണ്ടോ, ഇങ്ങനെ ഉണ്ട്. ഓപ്പൺ ഭാഗം താഴോട്ടിരിക്കണം, ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗം മുകളിലോട്ടിരിക്കണം. ഇതുപോലെ വയ്ക്കുക. നമുക്കിതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. കോളർ തയ്ക്കാനുള്ള തുണി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എനിക്ക് തുണി തികയാത്തതുകൊണ്ട് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് തുണി തികയത്തില്ലായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ഇരുന്നിട്ട് നമ്മൾ എങ്ങനെയാണ് മടക്കേണ്ടത്. വീതി ഭാഗം കണ്ടോ, ഇവിടെ നിന്ന് വീതി ഭാഗം ഇങ്ങനെ മടക്കിയിട്ട് നീളം ഭാഗത്തിന് മടക്കണം. എന്നിട്ട് ക്ലോസ് ആയ ഭാഗം മുകളിൽ, ഓപ്പൺ ആയ ഭാഗം ഇവിടെ, ഇവിടെയും ഓപ്പൺ ആയ ഭാഗം ഇവിടെ, ക്ലോസ് ആയ ഭാഗം ഇവിടെ. കാരണം ഇതാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ ഇവിടെ മടക്ക് വരണം. എന്നിട്ട് ഇനി നമുക്ക് ഇതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നമ്മൾ കോളറിൻ്റെ വീതി എത്രയാണോ അത് നീളം 11.25 എനിക്ക് ഇവിടെയാണ് വരുന്നത്. കണ്ടു, താഴ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യണം 11.25. എന്നിട്ട് നമ്മൾ ഈ കോളറിൻ്റെ വീതി ഒന്ന് മാർക്ക് ചെയ്യണം. 3.25 ഞാൻ എടുക്കാൻ പോകുന്നത്. കറക്റ്റായിട്ടുണ്ട്. ഇവിടെയും 3.25 കേട്ടോ, 3.25 ഉണ്ട്. അപ്പം ശ്രദ്ധിച്ചോണം, ഓപ്പണായ ഭാഗം താഴ്ഭാഗത്തും ഈ സൈഡിലുമാണ് ഇത് ക്ലോസ്ഡ്, ഇവിടെയും ക്ലോസ്ഡ് ആയിട്ടുള്ള ഭാഗമാണ്. ഇങ്ങനെയാണ് വച്ച് വെട്ടേണ്ടത്. ഇനി നമുക്ക് ഈ 11.25ൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ വരും അല്ലേ. എന്നിട്ട് ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്യണം. നമുക്ക് 3.25 ഇവിടെയാണ് വരുന്നത്. ഇവിടെ നിന്ന് 1 ഇഞ്ച് മുകളിലോട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യണം. എന്നിട്ട് ഇതും ഈ സെൻറ്ററും തമ്മിൽ ജോയിൻ ചെയ്യണം. കണ്ടോ, ഇതിങ്ങനെ ജോയിൻ ചെയ്യണം. ഇത് വീഡിയോ ഒന്നും കൂടെ കാണണേ, മനസ്സിലായില്ലെങ്കിൽ ഞാൻ വീണ്ടും ലെങ്ത് കൂടെ എടുത്ത് പറയുന്നില്ല. ഇത് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്ന് 1 ഇഞ്ച്, 1/2 ഇഞ്ച്, 1 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം കേട്ടോ. ഈ നമ്മൾ 11.5 ഇവിടെ നിന്ന് 11.25 മാർക്ക് ചെയ്യില്ല, അത് വരയ്ക്ക് ശേഷമാണ് 1 ഇഞ്ച് നമുക്ക് മാറ്റി വരയ്ക്കേണ്ടത്. ഇതാ 1 ഇഞ്ച് മാറ്റി വരച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതും തമ്മിൽ ഇങ്ങനെ ജോയിൻ ചെയ്യണം. നമ്മൾ ഈ 1 ഇഞ്ച് താഴ്ഭാഗത്തു നിന്ന് നമ്മൾ മാറ്റി വരച്ചില്ല, അവിടെ വേണം ഇവിടെ നിന്ന് 1 ഇഞ്ച് മാറ്റി നമ്മൾ മാർക്ക് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടത്. ഇവിടെയാണ് ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇനി നമുക്കിതിൽ കുറച്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം ചെയ്യാൻ. ഇവിടെ കുറച്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം നമ്മൾ ഇത് കട്ട് ചെയ്യാൻ.
ഇവിടെ വേണ്ട, ഈ ഭാഗത്ത്. അപ്പോൾ ഒരു 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പ് ഇങ്ങനെ ഇടണം കേട്ടോ. ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇങ്ങനെ ഇടണം. 1/2 ഇഞ്ച് വരും. ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. കണ്ടോ? ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ നമ്മൾ ഇതിൽ കൂടെ കട്ട് ചെയ്ത് നമ്മൾ തയ്യൽ തുമ്പിട്ട് അതിൽ കൂടെ വേണം കട്ട് ചെയ്ത് വരെ. ഇവിടെ കട്ട് ചെയ്യേണ്ട കേട്ടോ. ഇത് മാത്രം കട്ട് ചെയ്താൽ മതി. ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യണം. താഴ്ഭാഗത്താണ്, മുകളിലല്ല സെൻറ്റർ മാർക്ക് ചെയ്യേണ്ടത്, താഴ്ഭാഗത്ത്. കണ്ടോ? ഇതുപോലെ വരും. അപ്പം സെൻറ്റർ 2 സൈഡിലും വന്നോളൂ. ഇങ്ങനെയാണ് വരുന്നത്. കണ്ടോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഭാഗമാണ് നമ്മൾ കോളർ ഇങ്ങനെ ഈ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ബോഡി പാർട്ട് മറ്റേ നൈറ്റിയുടെ ബോഡി പാർട്ട് കൊണ്ട് ജോയിൻ ചെയ്യുന്നത് ഈ ഭാഗം വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളിങ്ങനെ മടക്കിയപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ വരും. സെൻറ്റർ ഇത് മുകളിലും താഴെയിട്ട് വരും. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ നൈറ്റി പീസ് എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്തിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ബാക്ക് നെക്കിൻ്റെ. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ബാക്ക് നെക്ക്. എന്നിട്ട് ഇതിൻ്റെ ഈ നമ്മൾ കോളറിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് അതും കൂടെ തമ്മിൽ ചേർത്ത് വെച്ച് നിവർത്തിയിട്ടിട്ടാണ്, രണ്ടായിട്ട് മടക്കിയിട്ടല്ല. എന്നിട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. ഇങ്ങനെ ഫുള്ള് ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ ഒരു പക്ഷേ സ്റ്റിച്ച് ചെയ്ത് വരപ്പോൾ നമുക്ക് 1/2 ഇഞ്ച് തള്ളി നിൽക്കണം. 1/2 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് ഇവിടെ വേണം, ഇത് ചേർത്ത് വെച്ചിട്ട്. അതിൽ കൂടുതൽ ഒരു പക്ഷേ വരികയാണെങ്കിൽ നിങ്ങൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് ബാക്കി കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതേ ഷേപ്പിൽ. കണ്ടു? മനസ്സിലാവും? നമ്മളിങ്ങനെ ജോയിൻ ചെയ്ത് വരത്തില്ലേ, നമ്മളിങ്ങനെ ഫുള്ളായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെ നമ്മൾ ജോയിൻ ചെയ്ത് വരപ്പോൾ നമ്മളിങ്ങനെ ചേഞ്ച് വരപ്പോൾ എനിക്കിതിപ്പോൾ ഇത്രയും ഭാഗം മടക്കി വയ്ക്കാനുണ്ട്. അതിനെക്കാട്ടും കൂടുതൽ മടക്കി വയ്ക്കുന്നതിനെക്കാട്ടിൽ 1/2 ഇഞ്ചിനെക്കാളും കൂടുതൽ നിൽക്കണം. നിങ്ങൾ ബാക്കി ഇതേ ഷേപ്പിൽ കട്ട് 1/2 ഇഞ്ച് ഇട്ടിട്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പക്ഷെ ഒരിക്കലും തികയാതെ വരരുത് കേട്ടോ. അപ്പോൾ ഇത്രയും നമുക്ക് വേണം. കാരണം നമുക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ആദ്യമേ 1/2 ഇഞ്ച് അവിടെ തയ്യൽ തുമ്പ് ഇട്ടിട്ടില്ലേ, ഇട്ട് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും നമ്മൾ ഇവിടെ നിന്നും ഇതിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇവിടെ നിന്ന് ഇതുപോലെ ഇവിടെയും സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഡബിൾ സ്റ്റിച്ച് ഇടണം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ? ഇതുപോലെ വരും. ഡബിൾ സ്റ്റിച്ചാണ് കൊടുത്തേക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ സൈഡിൽ നമുക്ക് 1/2 ഇഞ്ച് നിൽക്കുന്നില്ല, അതിങ്ങനെ മടക്കണം. മടക്കപ്പം ഇതിൻ്റെ സെൻറ്ററുണ്ട്, അവിടെ ഒരു കോണ് പോലെ ഇങ്ങനെ കോണ് പോലെ വരത്തക്ക രീതിയിൽ ഇങ്ങനെ മടക്കണം. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ കോണ് പോലെ ഇങ്ങനെ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ ഇതിൻ്റെ സെൻറ്റർ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ. ആ സെൻറ്ററിൽ വരെ ഇതിങ്ങനെ ചരിച്ച് മടക്കണം. തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ ഒരു കോണ് പോലെ, അതുപോലെ ഇവിടെ കോൺ പോലെ വരണം. ഇവിടെ ഇതുപോലെ വരണം. കണ്ടു? ഇങ്ങനെ മടക്കണം. ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ ഈ സൈഡിലും അതുപോലെ കോൺ പോലെ വരുന്ന സ്ഥലത്ത് ഇങ്ങനെ മടക്കിയിട്ട് ഇതും ഇങ്ങനെ മടക്കുക. മടക്കി സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. ഇതുപോലെ കോൺ പോലെ സ്റ്റിച്ച് ചെയ്യണം. കണ്ടു? ഇതുപോലെ. എങ്കിലും നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കപ്പോൾ ഇവിടെ കോളറിൻ്റെ ഒരു ഷേപ്പ് അവിടെ വരത്തുള്ളൂ. ഇവിടെയും ഇത് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കണം. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇനി നമുക്ക് ഇതിനെ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത തയ്യൽ തുമ്പില്ലേ, അതിനെ അകത്തോട്ടാക്കണം. പുറത്ത് കാണാത്ത രീതിയിൽ ഈ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ വച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യപ്പോൾ ഇവിടെ കുറച്ചൊരു 1/2 ഇഞ്ചോളം ഇങ്ങനെ മടക്കിയിട്ട് വേണം ഇതിൽ കൂടെ ചേർത്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കാൻ. ഈ തയ്യൽ തുമ്പ് നമ്മൾ ഈ കോളറുമായിട്ട് ജോയിൻ ചെയ്ത് തയ്യൽ തുമ്പ് വെളിയിൽ കാണാത്ത രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ. കണ്ടോ? ഇങ്ങനെ ചെയ്യണം. അപ്പം ഈ ഭാഗം കുറച്ചൊന്ന് മടക്കിക്കോണം കേട്ടോ. 1/2 ഇഞ്ചോളം മടക്കിയിട്ട് വേണം ഇതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യാൻ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇങ്ങനെ മടക്കുക. അപ്പോൾ ഇവിടെ ഒരു കോൺ പോലെ വരും. തിരിച്ച് ഇവിടെ 1/2 ഇഞ്ച് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഇതിൽ കൂടെ ചേർത്ത് വച്ചിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫുള്ള്.
ആ ഭാഗം എത്തപ്പോഴും ഇതുപോലെ രണ്ടായിട്ട് ഈ കോൺ വരുന്ന ഭാഗം സെൻറ്ററിൽ വരുന്ന രീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യുക. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ടു. ഇനി എന്നിട്ട് നമ്മളിത് ചെയ്തതിന് ശേഷം ഈ സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുത്ത് ഈ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കണം. ഞാൻ കൊടുത്തിട്ടുണ്ട്, കണ്ടു. മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് എങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിട്ട് ഇരിക്കത്തുള്ളൂ, കണ്ടു. അപ്പോൾ ഇത്രയാകുമ്പോൾ നമ്മുടെ കോളറിൻ്റെ പണിയൊക്കെ തീരും. ഇത്രയേ ഉള്ളൂ കോളറിൻ്റെ. ഇനി നമുക്കിത് ഇങ്ങനെ മടക്കി വയ്ക്കാം കേട്ടോ. ഇതിന് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമ്മൾ പിന്നെ നൈറ്റ് ഇടുമ്പോൾ ചെയ്യേണ്ടത്. ഇത്രയും വലിയ കോളറായിട്ടല്ലേ, ഇതിന് രണ്ടായിട്ട് മടക്കും, കണ്ടോ. ഇങ്ങനെ ഇത് അയൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ടിരിക്കും. അപ്പം ഞാൻ ബാക്കിയും കൂടെ ചെയ്തതിന് ശേഷം ഇതൊന്ന് കാണിച്ചു തരാം, കണ്ടോ. ഇങ്ങനെ ഇരിക്കും. ഇത് അയൺ ചെയ്താലേ കുറച്ച് കൂടെ പതിഞ്ഞിരിക്കത്തുള്ളേ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതിന് ബാക്കി കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഫിനിഷിംഗ് ലുക്ക് കാണിച്ചു തരാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഉണ്ട്, ഇത് നല്ലപോലെ മടക്കണം കേട്ടോ. ഒന്നും കൂടെ നല്ലപോലെ മടക്കി അയൺ ചെയ്താലേ നല്ല പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അപ്പോൾ അതിന് അയൺ ചെയ്ത് ബാക്കി കൂടെ സ്റ്റിച്ച് ചെയ്ത് കാണിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കൈയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതാണ് സ്ലീവ്. ഇതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് നമ്മുടെ ഇതിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ, ഇതാണ് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ സെൻറ്റർ. ഇതും കൂടെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക, തിരിച്ചിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുക, ഡബിൾ സ്റ്റിച്ച് ഇടണം കേട്ടോ. മറു സൈഡും അതുപോലെ ചെയ്യണം. ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടുമല്ലോ, ഇടപ്പോൾ ഇങ്ങനെ വരും സ്ലീവ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ തയ്യൽ തുമ്പ് ഇതുമായിട്ട് ചേർത്ത് ആ തയ്യൽ തുമ്പ് ഈ പീസിലോട്ട് ചേർത്ത് വെച്ചിട്ട് മുകളിൽ കൂടി പതിച്ചടിക്കണം. രണ്ട് സൈഡും അങ്ങനെ അടിക്കണം. അതിനുശേഷം സൈഡ് കൂട്ടണം, താഴ്ഭാഗം മടക്കി അടിക്കണം. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചത്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഞാൻ മുമ്പുള്ള വീട്ടിൽ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഇത് ഫിനിഷിങ് ആയതിനു ശേഷം കാണിക്കാം. കണ്ടോ, ഇതാണ് നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. കണ്ടോ, ഞാൻ ഇത് അയൺ ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സ്ലീവും എല്ലാം ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് മടക്കി ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നതിനെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിവർത്തി കാണിക്കാത്തത് അയൺ ചെയ്തുകൊണ്ടാണ്. കണ്ടോ, ഇതുപോലെയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് കേട്ടോ. പിന്നെ സ്ലീവൊക്കെ നമുക്ക് സാധാരണ സ്ലീവ് ജോയിൻ ചെയ്യും പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ കോളറുള്ള ഡിസൈനാണ് ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.